കോവിഷീൽഡ് വാക്സിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പാർശ്വഫലം പരിശോധിക്കണമെന്നും ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ പാർശ്വഫലത്തിന് സാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലിൽ കേന്ദ്രത്തെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. ഗുണനിലവാരമില്ലാത്ത വാക്സിന് BJP കമ്മീഷൻ വാങ്ങിയെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു. ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ആരാണ് ഉത്തരവാദിയെന്ന് RJDയും ചോദിച്ചു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഹർജി എത്തുന്നു. അത് കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ നിന്നൊക്കെ വന്ന വാർത്തയുടെ ചുവട് പിടിച്ചാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഹർജിയിലെ ആവശ്യം എന്താണ്? ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കണം എന്നുള്ള ആവശ്യം. ആ ഹർജിയിൽ കോടതിയുടെ തീരുമാനം എന്താകുമെന്നൊക്കെയുള്ള നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നു. എന്താണ് ഹർജിയിൽ പറയുന്നത്? അനുജ, ഈ കോവിഷീൽഡ് വാക്സിന് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക കമ്പനി തന്നെ UK കോടതിയിൽ അറിയിച്ചതാണ് ഈ സുപ്രീം കോടതിയിലും അത്തരം ഒരു നീക്കങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കണമെന്നും അതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കണം എന്നുള്ളതുമാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്തായാലും ഇന്ത്യയിലെ അതിൻ്റെ പരിശോധന അടക്കമുള്ള തുടർ കാര്യങ്ങളിൽ ഏറെ നിർണായകമാകും. അതിനിടെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരായി പ്രതിപക്ഷം എന്നുള്ളതും ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്ന ഘട്ടത്തിൽ കോവിഡ് സമയത്ത് വാക്സിൻ 100 കോടിയിലേറെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞത് ഒരു നേട്ടമായി എടുത്തു പറയുന്നുണ്ട്. ഈ വിഷയമാണ് പുതിയ വെളിപ്പെടുത്തലിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഏറ്റുപറയലിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ പ്രധാനമന്ത്രിക്കും BJPക്കും എതിരെ ആയുധമാക്കിയിരിക്കുന്നത്. ശക്തമായ ആയുധമായി രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ PCC അധ്യക്ഷനും വാരണാസിയിൽ പ്രധാനമന്ത്രിയുടെ എതിർ സ്ഥാനാർത്ഥിയുമായ അജയ് റായ് ആണ്. ഇതാണോ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ട രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയാകട്ടെ ഈ വിഷയത്തിൽ 2021 തന്നെ ഈ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും അതിനുശേഷവും കേന്ദ്ര സർക്കാർ ഈ കോവിഷീൽഡ് വാക്സിൻ എടുക്കാൻ ആളുകളെ നിർബന്ധിച്ചു എന്നും യാത്ര ചെയ്യാനുള്ള അനുമതി പോലും നിഷേധിച്ചുകൊണ്ടാണ് വാക്സിൻ എടുക്കാൻ ആളുകളെ നിർബന്ധിച്ചത് എന്നും അതുകൊണ്ട് തന്നെ പുതിയ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ അതിനെ മറുപടി പറയണം എന്നും ഉള്ള ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഗുണനിലവാരം കുറഞ്ഞ വാക്സിനുകൾ വിതരണം ചെയ്ത് കമ്മീഷൻ കൈപ്പറ്റി BJP എന്ന ആരോപണമാണ് സമാജ്വാദി പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത്. അനുജ.